ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നടക്കുന്നത്, കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മളൊരു പ്രശ്നത്തിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ടെൻസ്ഡായിരിക്കുകയാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ആ പ്രശ്നം സംഭവിക്കുന്ന അവസ്ഥയിലല്ല നമ്മളുടെ സമ്മർദ്ദങ്ങൾ കൂടുന്നത്. ആ പ്രശ്നം നടന്ന അതേ രീതിയിൽ നമ്മളുടെ മനസ്സിന് ആ പ്രശ്നത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ വീണു പോകുന്നത്. നോക്കൂ കൂട്ടുകാരെ, സംഭവിക്കുന്ന കാര്യങ്ങൾ അതേപടി ഉൾക്കൊള്ളാനായിട്ട് സാധാരണ മനുഷ്യ മനസ്സുകൾക്ക് അല്പം പ്രയാസമാണ്. പക്ഷെ ക്രമേണ അല്പപരിശീലനങ്ങളിൽ കൂടെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവിധ സമ്മർദ്ദങ്ങൾക്കും ഒരു അയവ് വരും എന്നുള്ളതാണ്. കാരണം ലോകം സമ്മർദ്ദങ്ങളുടെ കൈപ്പിടിയിൽ അകപ്പെട്ട് ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജനറേഷൻ ഗ്യാപ്പിൻ്റെ കഥകളിൽ തന്നെ പുതിയ ജനറേഷനുകൾക്ക് 1 മിനിറ്റ് 2 മിനിറ്റിലധികം സ്വസ്ഥമായി ഇരിക്കാൻ കഴിയുന്നില്ല എന്ന സ്ഥിതിവിശേഷം സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സമ്മർദ്ദങ്ങൾ, നമ്മളുടെ പ്രശ്നങ്ങൾ, ഓരോ പ്രശ്നം നടക്കുമ്പോഴും ജീവിതത്തിലത്തെ ഓരോ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴും ആ പ്രതിസന്ധി അല്ലെങ്കിൽ അഥവാ ആ ഒരു പ്രശ്നം അത് അതേപടി തന്നെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഇതാണ് കാര്യം, ഇത് ഇപ്രകാരം തന്നെയാണ്, അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിൽ ഒന്നും ചെയ്യാനില്ല. കൃത്യമായിട്ടുള്ള ആ ഒരു പ്രസന്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ആ ഒരു സംജ്ഞ മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മുടെ മനസ്സും ശരീരവും അത് ഉൾക്കൊള്ളുകയും നമ്മളുടെ സമ്മർദ്ദങ്ങൾക്ക് ഒരു പരിധിവരെ വിരാമമാകുകയും ചെയ്യും. കാരണം 2 രീതിയിൽ ഒരു മനുഷ്യന് ജീവിതത്തെ സമീപിക്കാവുന്നതാണ്. ഉണ്ടാകുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് മുറുമുറുത്തുകൊണ്ടും അവജ്ഞയോടുകൂടിയും കുറ്റം പറഞ്ഞുകൊണ്ടും ഒരാൾക്ക്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമ്പോഴും അത് മറ്റുള്ളവരിലേക്ക് പഴിചാരിക്കൊണ്ടും ഒക്കെ ജീവിക്കാം. ഒരു സമാധാനം ഉണ്ടാവില്ല അയാളുടെ മനസ്സിൽ. അയാളുടെ ജീവിതം മുഴുവൻ നിരന്തരം പിറുപിറുക്കലുകളും വേദനയും വിഷമവും ഒക്കെ നിറഞ്ഞ് അഴുക്ക് പറ്റി ആ അഴുക്ക് വീണ്ടും ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, പ്രശ്നങ്ങളെ അതുപോലെ തന്നെ സമീപിക്കുക, ഒരു മുറുമുറുപ്പും ഇല്ലാതെ കണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായി അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഈ അവസ്ഥയിലാണ്, അതങ്ങനെ തന്നെയാണ് എന്ന് കൃത്യമായി മനസ്സിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു മുറുമുറുക്കലുകളും ഇല്ലാതെ, ആരോടും വിദ്വേഷവും പകയും ദേഷ്യവും ഒന്നുമില്ലാതെ ആ ഒരു പാതയിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാകും. എപ്പോഴും സുഹൃത്തുക്കളെ, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ശാന്തമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ എന്തെങ്കിലും ഒരു വസ്തുത ചെയ്തു കഴിയുമ്പോൾ അല്പസമയത്തേക്കൊഴികെ ബാക്കിയുള്ള സമയം വീണ്ടും അടുത്ത പ്രശ്നങ്ങളിലേക്കും അടുത്ത വസ്തുതകളിലേക്കും മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമാണ്. പക്ഷേ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. പ്രകൃതിയെ നമുക്ക് മാറ്റാൻ കഴിയില്ല. ജൈവപരമായിട്ടുള്ള വസ്തുതകളെ ഒരിക്കലും നമ്മളിൽ ഏൽപ്പിക്കുന്ന, പ്രകൃതി ഏൽപ്പിക്കുന്ന ആ അനന്തമായിട്ടുള്ള ആ ഒരു എനർജി നമ്മളിൽ ഏൽപ്പിക്കുന്ന ആ ഒരു സ്ഥിതിവിശേഷത്തെ ഒരു കാരണവശാലും നമ്മളെ കൊണ്ടൊന്നും മാറ്റാൻ കഴിയില്ല. ജനനമുണ്ട്, മരണമുണ്ട്. പലരും ഭയത്തോടുകൂടി മരണത്തെ നോക്കിക്കാണുന്നു. പക്ഷേ അതൊരു വസ്തുതയാണ്, ഒരു ഫാക്റ്റാണ്. ഒരുവൻ നിന്നെ വിട്ട് പോകുകയാണെങ്കിൽ, അതീവ സ്നേഹമുള്ള ഒരുത്തനായിരുന്നു, അതുകൊണ്ട് അയാളിപ്പോൾ പോയിരിക്കുന്നു, അതൊരു വസ്തുതയാണ്. അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകും. കൃത്യമായിട്ടുള്ള അതേ രൂപരേഖയിൽ തന്നെ നിങ്ങൾ അത് മനസ്സിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മനസ്സ് അതിനെ പാകപ്പെടുത്തി
ശാന്തമായിട്ടുള്ളൊരു രൂപരേഖയിൽ കൂടെ അതിനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതിനുള്ള ശക്തിവിശേഷങ്ങളെല്ലാം നമ്മളുടെ ശരീരത്ത് തന്നെ നിർലീനമായിരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് അതേ രൂപത്തിലല്ലാതെ കണ്ട് മറ്റൊരു രൂപത്തിലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു തരം കെട്ടുപാടാണ്. കാര്യങ്ങളെ ഒരിക്കലും മാറ്റാൻ നമ്മൾക്ക് കഴിയില്ല. നിരന്തരം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രം മാറ്റമില്ലാത്ത ഒരവസ്ഥ വേണം എന്ന് നിങ്ങൾ ശഠിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? അപ്പോൾ വസ്തുനിഷ്ഠമായിട്ട് ജീവിക്കാൻ പരിശ്രമിക്കുക, സമ്മർദ്ദങ്ങളെ കുറച്ച് വയ്ക്കുക. കാരണം സംഭവവികാസങ്ങളെ അതുപടി തന്നെ ഉൾക്കൊള്ളാൻ പരിശ്രമിച്ചുകൊണ്ട് ജീവിച്ചാൽ ഒരു പരിധിവരെ ശാന്തിയുടെ ഒരു തലം നമ്മൾക്ക് തുറന്നു കിട്ടും. നന്ദി, നമസ്കാരം.